ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ വയനാട്ടിൽ ഫ്ലവർ ഷോ നടക്കുന്ന വരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. നവംബർ 29 തൊട്ടിട്ട് ഡിസംബർ 29 വരെയാണ് ഇപ്പം ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ഫ്രീ ആയപ്പോൾ പോയിട്ടോ. അധികം സ്റ്റാളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒഴിഞ്ഞൊരു സമയം നോക്കി പോയതായിരുന്നു. ഭയങ്കര റഷ് ആവുമ്പം മോർണിംഗ് കൊണ്ടൊക്കെ പോകാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്കെൻഡ് തന്നെ പോയതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫ്ലവർ ഷോയ്ക്ക് പോകുന്നതിൻ്റെ ചെറിയ 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 വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലൂടെ കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് എപ്പത്തെയും പോലെ തന്നെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ റഷ് ആവുന്നതിന് മുന്നേ പോയതുകൊണ്ടും അന്ന് പോയന്നും സൺഡേ ആയിരുന്നു. എന്നാൽ കൂടെ നമുക്ക് പാർക്കിങ്ങിനൊന്നും വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. റോഡ് സൈഡിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി 60 രൂപയാണ് കേട്ടോ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്, വലിയവർക്ക് വരുന്നത്. കുട്ടികൾക്ക് പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം 60 രൂപ വലിയൊരു അഡൾട്ടിന് വേണ്ടിയിട്ട് ടിക്കറ്റ് വേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഓരോ റൈഡിലൊക്കെ കയറുന്നതിന് സ്പെഷ്യൽ ഫീ കൊടുക്കണം. നമ്മൾ എൻട്രി ഫീ മാത്രമാണ് ഇതിൽ പെടുന്നത്. പിന്നെ അതാ അവർ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ചെടികളൊക്കെ നമ്മൾ വെച്ച് ഇതായിട്ടുള്ളൂ, ചിലതൊന്നും പൂവിട്ടിട്ടില്ല. പക്ഷെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ആദ്യമൊക്കെ പണ്ട് നമ്മൾ ഫ്ലവർ ഷോയ്ക്കൊന്നും പോകുമ്പോൾ ആ ഒരു ഭംഗിയൊന്നും ഇപ്പൊ തോന്നുന്നില്ല. കാരണം കുറവാണ് കമ്പാരിറ്റീവ്ലി ആദ്യത്തേനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഉള്ളത് വെച്ചിട്ട് അവർ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് പൂപ്പൊലി, ബത്തേരി പൂപ്പൊലിയും അമ്പലവയൽ വരാറുണ്ടല്ലോ എല്ലാ ഇയറിലും. അപ്പൊ അതും ഇതും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഒരു അങ്ങനെ ഒരു റഷ് ഫീൽ ചെയ്യാറില്ല മൊത്തത്തില്. പിന്നെ കുറച്ച് റൈഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ ആക്കി വരുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടു കേട്ടോ. ഊഞ്ഞാലുണ്ടായിരുന്നു, അതേപോലെ ഈ ഒരു ആർച്ച്, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലെ ഒരു ആർച്ച്, അതേപോലെ ഒരു വെള്ളപ്പൂക്കൾ വെച്ചിട്ട് ഒരു സെറ്റപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെ ഞാൻ കണ്ടു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല യുണീക്കായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ മുട്ടായി നമ്മുടെ എവിടെ ഉത്സവം, പള്ളിപ്പെരുന്നാൾ പരിപാടികൾക്കൊക്കെ പോയാലും ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളും അതിന്ന് ഒരു 2-3 മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി, ഞാൻ പറഞ്ഞില്ലേ സ്റ്റോളൊക്കെ ഇങ്ങനെ തുറന്ന് വരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഊട്ടി ചില്ലി ബജിയും കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചിട്ട് നേരെ പോയി. പിന്നെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ റൈഡുകളാണ് മൊത്തത്തിലുള്ളത്. ഓരോ ഗെയിമുകളും പിന്നെ നമ്മളെ മരണക്കിണർ, കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്. അതിൽ ഈ 2-3 ഗെയിമുകളും ഞങ്ങളും കളിച്ചു കേട്ടോ. ഇത് മറ്റേ ബോൾ 1, 2, 3, 4 ആ സാധനങ്ങളിൽ ഇടുന്ന, എന്നിട്ട് അതിൽ കിട്ടുന്ന ടോട്ടൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും. അപ്പോൾ ഏറ്റവും വലിയ പ്രൈസ് TV ആട്ടോ. അത് ആ മേലെ ഇരിക്കുന്ന TV 36 ആണ് കിട്ടുക. അതിനൊരു TV ആണ് കിട്ടുക. അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പം നമ്മളും അതൊന്ന് ചെറുതായി ട്രൈ ചെയ്ത് നോക്കി. എല്ലാവരും ഓരോരോ ബോൾ വെച്ചിട്ടിട്ടു. അതിന് നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കപ്പാണ് കിട്ടിയത് കേട്ടോ. കപ്പിന് ഒരു 15 രൂപ പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഗെയിമിന് 40 രൂപയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെയിം നമ്മൾ മിന്നൽ മുരളി സിനിമയിൽ മറ്റേ റിങ് ഇട്ടിട്ട് പുട്ടും കൂടൊക്കെ എടുക്കുന്ന ഗെയിമല്ലേ, ആ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതും ഒന്ന് നോക്കി. അങ്ങനെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് നമ്മൾ മോനെയും 2-3 റൈഡിലൊക്കെ കയറ്റി നമ്മൾ നേരെ പോയി കേട്ടോ.
ഇപ്പം ചിലപ്പോൾ കുറച്ച് റൈഡുകളും ഷോപ്പുകളൊക്കെ കൂടെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ചെക്കിസ് വ്ളോഗ്.